കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ കോളേജിൽ ആഭ്യന്തര അന്വേഷണം തുടങ്ങി. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് HODയുടെ നേതൃത്വത്തിൽ അധ്യാപക സമിതി വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തു. സമിതി കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്ന് വിവരം തേടും. വിവരങ്ങളുമായി എറണാകുളത്ത് നിന്ന് ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, ഈ വിഷയത്തിൽ ഏതായാലും ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികളടക്കം പ്രതികളായിട്ടുള്ള കേസാണിത്. ഈ ആരുടെയൊക്കെ മൊഴി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇവർ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ കോളേജിന്റെ ആഭ്യന്തര അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അധ്യാപക സമിതി വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ അറസ്റ്റിലാകുകയും അതുപോലെ തന്നെ ജാമ്യം ലഭിക്കുകയും ചെയ്ത SFI പ്രവർത്തകനായിരുന്ന 3ാം വർഷ വിദ്യാർത്ഥി അഭിരാജ് അടക്കമുള്ളവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ അഭിരാജ് അടക്കം പറയുന്നത് ഈ കഞ്ചാവ് വിൽപ്പന ഇടപാടിൽ തനിക്ക് പങ്കൊന്നുമില്ല, തന്റെ റൂമിൽ എങ്ങനെയാണ് കഞ്ചാവ് എത്തുന്നതെന്ന് അറിയില്ല എന്നുള്ള കാര്യമാണ് യൂണിയൻ ഭാരവാഹി കൂടിയായ അഭിരാജ് പറയുന്നത്. പക്ഷെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ദീർഘമായ മൊഴി നൽകിയിട്ടുണ്ട്. ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ അടക്കം സാന്നിധ്യം അത് കോളേജിൽ ഉണ്ടാകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ വിശദമായ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ രാത്രി സമയങ്ങൾക്ക് അപ്പുറത്തേക്ക് പകൽ സമയങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ പലരും ഹോസ്റ്റലിന്റെ ഭാഗത്തും മറ്റും വന്ന് പോകാറുണ്ട് എന്നാണ് പല വിദ്യാർത്ഥികളും ഈ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അന്നും ഈ സമാനമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരു 7:30 സമയത്താണ് രാത്രി ഒരു 7:30 സമയത്താണ് ഈ ആകാശിന് ഈ കഞ്ചാവ് പൂർവ്വ വിദ്യാർത്ഥികളെത്തി കൈമാറുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരുന്നതെന്നാണ് അന്വേഷണ സംഘവും പോലീസ് അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ ഈ ആഭ്യന്തര അന്വേഷണം കോളേജിന്റെ ഭാഗത്തു നിന്നുള്ളത് പുരോഗമിക്കുമ്പോഴും വിദ്യാർത്ഥികൾ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ അടക്കം സാന്നിധ്യം കോളേജിൽ ഉണ്ട് എന്നുള്ള കാര്യമടക്കം ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കഞ്ചാവ് അവിടെ എത്തിച്ച് വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ ഇടപാടുകൾ പൂർവ്വ വിദ്യാർത്ഥികൾ വന്ന സമയത്താണോ ഈ ഇടപാടുകൾ നടന്നത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വിശദമായ അന്വേഷണം വേണ്ടിവരും. എന്തായാലും അഭിരാജ് അടക്കമുള്ളവർ പറയുന്നത് ഈ കഞ്ചാവ് ഇടപാടിൽ പങ്കൊന്നുമില്ല, റൂമിൽ എങ്ങനെയാണ് കഞ്ചാവ് എത്തുന്നതെന്ന് അറിയില്ല എന്നുള്ള കാര്യമാണ്. ലക്ഷ്മി, ആസിഫ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.